മുഖ്യമന്ത്രിയാകാൻ താനാണ് യോഗ്യനെന്ന ശശി തരൂരിന്റെ സർവേ അവകാശവാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം. തരൂരിനെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തെ സമീപിക്കണമെന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ അവഗണിക്കാനാണ് കേരളത്തിലെ നേതാക്കളുടെ തീരുമാനം. സർവേയെക്കുറിച്ച് ദേശീയ നേതൃത്വം പറയട്ടെ എന്ന് വി.ഡി. സതീശൻ. തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരനും ചെന്നിത്തലയും രംഗത്തെത്തി. തരൂർ ബി.ജെ.പിയിലേക്കുള്ള യാത്രയിലാണെന്ന് ബോധ്യപ്പെട്ടുവെന്ന് ബിനോയ് വിശ്വം വിമർശിച്ചു. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന തരൂർ പങ്കുവച്ച സർവേ ഫലത്തെ ചൊല്ലിയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തരൂരിനെതിരെ വടിയെടുത്തത്. തട്ടിക്കൂട്ട് സർവേ ഫലങ്ങൾ ആർക്കും സൃഷ്ടിക്കാമെന്നും യാഥാർത്ഥ്യം അങ്ങനെയാകില്ലെന്നും നേതാക്കൾ പ്രതികരിച്ചു. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ ശശി തരൂരിന്റെ സർവേ ഫലം തള്ളി. തരൂരിന്റെ സർവേ ഫലത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നും ദേശീയ നേതാവിനെക്കുറിച്ച് ദേശീയ നേതൃത്വം പറയുമെന്നും വി.ഡി. സതീശൻ. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. BJP തയ്യാറാക്കിയ സർവേയാണ് തരൂർ പങ്കുവച്ചതെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. അതേക്കുറിച്ച് തരൂർ തന്നെ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല. ആ സർവേക്കകത്ത് ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേയാണ്. അതാരോ കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അതിന് എനിക്ക് വിശ്വാസമില്ല. തരൂർ ഏത് പാർട്ടിയാണെന്ന് ആദ്യം തീരുമാനിക്കട്ടെയെന്നും വിശ്വത്തിന്റെ കാര്യം തരൂർ നോക്കട്ടെയെന്നും കേരളത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്ത നേതാക്കളുണ്ടെന്നും കെ മുരളീധരൻ. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം തീരുമാനിക്കണം. അതിനുശേഷം മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. ഞാൻ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFൻ്റെ നോമിനി മുഖ്യമന്ത്രിയാവും. അത് കേരളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ UDFലുണ്ട്. കോൺഗ്രസിന് വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരികളുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ, നമുക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. പ്രധാനമന്ത്രിയാകാൻ സർവേ നടത്തിയാലും തരൂരിന്റെ പേര് വരുമെന്നായിരുന്നു MM ഹസന്റെ പരിഹാസം. AICCയുടെ സർവേയിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. നല്ലത്, അദ്ദേഹത്തിന് ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവണം എന്ന് സർവേയിൽ വന്നു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും. പലരും സർവേ നടത്തുമെന്നും ചിലർ നടത്താൻ വേണ്ടി നടത്തുമെന്നും അടൂർ പ്രകാശിന്റെ വിമർശനം. പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അതിന് അദ്ദേഹത്തിന് തലവെട്ടിക്കളയാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് തീരുമാനം എടുക്കേണ്ടവർ അവർ തീരുമാനിച്ചോളും. സർവേ ഫലം പങ്കുവച്ച തരൂരിന്റെ നടപടിയോട് മുന്നണിക്കുള്ളിൽ ഭിന്നസ്വരം പാടില്ലെന്നാണ് ലീഗ് നിലപാടെന്ന് PM.A. സലാം. സർവേകൾ ധാരാളം വരും, പല രൂപത്തിലും രൂപത്തിലും ഒക്കെ വരും. അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് UDFലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നാണ്. ആ UDF എടുക്കുന്ന കൂട്ടായ തീരുമാനത്തിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് ഉണ്ടാവുക. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ CPI സംസ്ഥാന സെക്രട്ടറിയും തരൂരിനെതിരെ രംഗത്തെത്തി. തരൂരിന്റെ അവസ്ഥ തരൂരിന് തന്നെ അറിയില്ലെന്നും ചുരുക്കത്തിൽ BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാവുകയാണെന്നും അക്കാര്യം എല്ലാവർക്കും മനസ്സിലാകുമെന്നും ബിനോയ് വിശ്വം. അദ്ദേഹത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ആർക്കും അറിയില്ല, അദ്ദേഹത്തിന് വ്യക്തതയില്ല. ഒരു ഭാഗത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും യോഗ്യനായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പറയുന്നു. മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള യാത്രയുടെ ആ തിരക്കഥ പൂർത്തിയാകുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകും. കേരള വോട്ട് വൈബ് നടത്തിയ സർവേ ഫലം എക്സ്പോസ്റ്റിൽ പങ്കുവച്ചതോടെയാണ് കോൺഗ്രസിൽ തരൂർ തലവേദനയുടെ പുതിയ അധ്യായം തുറന്നത്. 2026 കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ നേതാക്കളിൽ മുന്നിൽ തരൂരെന്നായിരുന്നു സർവേ ഫലം. അതേസമയം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനും മുഖ്യമന്ത്രി കസേരയെന്ന സ്വപ്നം കാണുകയും ചെയ്യുന്ന തരൂരിൻ്റെ മോഹങ്ങളെ മുളയിലെ നുള്ളുകയാണ് നേതാക്കൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.